ഒരു ദിവസം പരിചയക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ വീട്ടിൽ വന്നു. കണ്ടിട്ട് ഒരു 6 മാസം ആയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും എൻ്റെ കുശലം 5-6 മാസമായിട്ട് കാണാറില്ലല്ലോ. അപ്പൊ അവരിരുന്നു. നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തത്വചിന്ത ഉണ്ട്. തത്വചിന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യന് കേട്ടാൽ മനസ്സിലാവാത്ത കാര്യം പറയുക, കുറെ ശ്ലോകം ചൊല്ലുക എന്നുള്ളത് അല്ല. അവര് പറഞ്ഞൊരു കാര്യത്തിന് ചിന്തിച്ച കാര്യമാണ്. ബന്ധു വീട്ടിൽ അവിടെ പോയി ഇവിടെ പോയി എത്ര മരണങ്ങളാണ് പലയിടത്തായിട്ട് നടന്നത് എനിക്കറിയില്ല. ഒരു ശവഘോഷയാത്രയായിരുന്നു 6 മാസം കൊണ്ട്. തറവാട്ട് വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു കാരണവർ മരിച്ചു, ഇപ്പുറത്ത് വേറൊരാൾ മരിച്ചു, അതിൻ്റെ അപ്പുറത്തൊരു ചെറുപ്പക്കാരൻ മരിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഇന്ന മരണം നടന്നു. ഈശ്വര, എത്ര പേരാണ് മരിച്ചു പോയത്. ഈ വരി എന്നെ സ്വാധീനിച്ചു. ഞാനിപ്പോ ആലോചിച്ചു, എന്റെ ജീവിതത്തിൽ എത്ര പേരാണ് മരിച്ചിരിക്കുന്നത്. പഠിപ്പിച്ച അധ്യാപകരൊക്കെ പോയി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും മരണം ഉണ്ടാവില്ല എന്നുള്ള വിചാരത്തിലാണ് എല്ലാവരും ജീവിക്കുക. അവര് പോയി. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരിങ്ങനെ അറിയാതെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കി അറുമാദിക്കുന്നുണ്ട്. പക്ഷെ അയാള് മരിച്ചു, ഇയാള് മരിച്ചു. പെൻഷൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, പെൻഷനേഴ്സ് മീറ്റിങ്ങിന് പോയാൽ വിഷമാണ്. കാരണം കഴിഞ്ഞ തവണ മീറ്റിങ്ങിന് വന്നതിലും മരിച്ചവരുടെ പേര് അവിടെ പറയും. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരുമിച്ച് കുശലം ചോദിച്ച് ചായ കുടിച്ചവരായിരിക്കും. മരിച്ചു. എത്ര പേരാണ് ഈ മരിക്കുന്നത്? അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ല. ഇത് ജീവിച്ചിരിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം കൂടി ആണ്. ഒരു തവണ കുട്ടികൾക്ക് ഏതോ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അധ്യാപകനൊന്നല്ല. പക്ഷെ അധ്യാപകനല്ല എന്ന് പറഞ്ഞിരുന്നാൽ ശരി, കോളേജിൽ എത്രയാണ് 1000 വേദിയിലാ പ്രസംഗിച്ചെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ആ അർത്ഥത്തിലേക്ക് എടുത്താൽ ഒരർത്ഥത്തിൽ ക്ലാസ് എടുക്കലുണ്ടല്ലോ. അതുകൊണ്ട് അധ്യാപകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളുടെ അച്ഛന്റെ പേര് എല്ലാവർക്കും അറിയാലോ. ഒന്ന് കൈ ഉയർത്തുക. എല്ലാരും കൈ ഉയർത്തി. അച്ഛന്റെ പേര് പറയാ. എല്ലാരും കൈ ഉയർത്തുന്നില്ല. കുറെ പേർക്ക് അറിയില്ല. ഒരു 10% കുട്ടികൾക്ക് അറിയില്ല. വിനയപൂർവം പറയാണ്, ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അച്ഛന്റെ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് അറിയില്ല എന്നുള്ള സത്യം. അച്ഛന്റെ പേര്. കാരണം നീ തീരെ ചെറിയ കുട്ടിയാകുമ്പോ അച്ഛൻ മരിച്ചുപോയി അച്ഛന്റെ പേര് പറഞ്ഞാലൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. ഇപ്പൊ അച്ഛനും പോയി. പക്ഷെ 10% കുട്ടികൾക്ക് മുത്തച്ഛന്റെ പേര് അറിയില്ല. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് കുട്ടികളോടല്ല, ആരാധ്യരായ ശ്രോതാക്കളോട് കൂടിയാണ്. അച്ഛന്റെ പേര് കുറെ പേർക്ക് അറിയില്ല. എന്നാലും അറിയുന്നവരുണ്ടാവും. അച്ഛനോട് ചോദിച്ചിട്ടോ അമ്മോട് ചോദിച്ചിട്ടോ ഒക്കെ തേടി പിടിക്കാം. പക്ഷെ മുത്തച്ഛന്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞ കുട്ടികളോട് ഒരു ചോദ്യം, മുത്തച്ഛന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു?
അപ്പൊ പിന്നെ കുടി. കാരണം മുത്തച്ഛന്റെ അച്ഛന് അതിന് പ്രാധാന്യം ഇല്ലേ? മുത്തച്ഛന്റെ അച്ഛൻ കൊണ്ടാണല്ലോ ഇവരൊക്കെ ഉണ്ടായത്, നമ്മളും ഉണ്ടായത്. മുത്തച്ഛന്റെ അച്ഛന്റെ പേര് പറയുമ്പോൾ വളരെ മിടുക്കന്മാരായ കുട്ടികളിൽ ചിലര് മുത്തച്ഛന്റെ അച്ഛന്റെ പേര് പറഞ്ഞു. അടുത്ത ചോദ്യം, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരെന്താ? അല്ല, അതറിയില്ല. ആർക്കും അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു അസ്തിത്വം, എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ ഈ ഭൂമിയിൽ. എനിക്ക് എന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ പേര് അറിയില്ല. അറിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അറിയില്ല വെച്ചിട്ട് അവരില്ലാതെയാവുണ്ട്. ഒരു കാര്യം അപ്പൊ ചിന്തിക്കൂ, നിങ്ങളുടെ പേരക്കുട്ടികൾ നിങ്ങളുടെ നാമം ഓർക്കുമോ? അത് ചിന്തിക്കാനാണ് ഇത്രയും പറഞ്ഞത്. അത് വിട്. പേരക്കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ ഇപ്പൊ ഈയിടെ 93 വയസ്സായ ഒരു വ്യക്തി പെൻഷൻ അരിയേഴ്സ് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് പരാതിപ്പെടാൻ സെക്രട്ടറിയോട് പരാതിപ്പെടുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അല്ല, ആ കാശ് കിട്ടിയിട്ട് പോകണം ഇന്നോടത്തിൽ ഇന്ന ഭൂമി വാങ്ങിയിടാൻ. എന്തോ ഒരു വരി പറഞ്ഞു. അപ്പൊ എന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ 93-ാമത്തെ വയസ്സിൽ ഭൂമി വേണമെന്നുള്ള അർത്ഥം എന്റെ കണ്ണുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞ വരിയാണ്, നമ്മളിതൊക്കെ ചെയ്യുന്നത് പേരക്കുട്ടികൾക്ക് വേണ്ടിയാണ്, അവർക്കൊരു ഗുണം ഉണ്ടായിക്കോട്ടെ. ആ പേരക്കുട്ടി മുത്തച്ഛന്റെ പേര് ഓർക്കുവോ? ഇല്ല. ചിന്തിക്കേണ്ട ഒരു വിഷയം, മുത്തച്ഛന്റെ അച്ഛന്റെ പേര് നമുക്കറിയില്ല, അവരുടെ സ്വത്തിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ചെറിയൊരംശം സ്വത്തിന്റെ ഭാഗത്ത് അവര് പൈസക്കാരാവണമെന്നല്ല, അവര് വഴി കിട്ടിയ ഒരു ചെറിയ നിസ്സാരമാണെങ്കിലോ 5 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമോ അങ്ങനെ കിട്ടിയതാണല്ലോ. അത് കിട്ടിയ നമ്മള് ഇത് ആര് സമ്പാദിച്ചു തന്നു എന്ന വ്യക്തിയുടെ പേര് വരെ മറക്കണു. സ്വാഭാവികമാണ്, അതൊരു കുറ്റകൃത്യമല്ല. മുത്തച്ഛന്റെ അച്ഛന്റെ പേര് അറിയില്ല എന്നുള്ളൊരു കുറ്റകൃത്യമൊന്നുമല്ല, സ്വാഭാവികമാണ്. പക്ഷേ അവരുടെ കൂടെ സമകാലികരായി ജീവിച്ച ചില വ്യക്തികള് തന്റെ ചുറ്റുമുള്ള സകല മനുഷ്യരും തന്റെ ബന്ധുവായിട്ട് കരുതി സമൂഹത്തിന് വേണ്ടി ശ്രമിച്ചവരുടെ പേര് നമുക്കറിയാം. മുത്തച്ഛന്റെ അച്ഛന്റെ പേര് അറിയാതെയുള്ളൂ. പക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ച, ഒരു പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ചിലവരുടെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ട്. ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട്. ഗാന്ധിജി നമുക്ക് സ്വത്തോ മുതലോ തന്നിട്ടുണ്ടോ? ഇല്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോ ഉണ്ട്. എത്രയോ മഹത്തായ വ്യക്തികളുടെ ജന്മദിനത്തിനും ഒക്കെ പ്രഭാഷണം നിർവഹിക്കാനായിട്ട് പോയിട്ടുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമകാലികരായ എല്ലാവരെയും മറക്കുകയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉയർന്ന ചിന്ത, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉയർന്ന ചിന്ത, സാധാരണ ബാക്കിയുള്ള ആളുകളെ പോലെയല്ല, എനിക്കൊരു വ്യക്തിയാവണം, മഹത്തായ ഒരു കാര്യം ചെയ്താൽ മതി. ജീവിച്ചിരിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ബന്ധുക്കളെ ആദരിക്കണമെങ്കിൽ ബാക്കി നാട്ടുകാരും അവരുടെ സമകാലികരും ആദരിച്ചാൽ പറയും എന്റെ മുത്തച്ഛനാണ്, എന്റെ അച്ഛനാണ്. നാട്ടുകാർ നല്ലത് പറയുമ്പോൾ എന്റെ അച്ഛനാട്ടോ. പക്ഷെ അവനവനിലേക്ക് മാത്രം ശ്രദ്ധിച്ച് കുറെ ആഹാരം കഴിക്കുക, കുറെ മുതലുണ്ടാക്കി വെക്കുക,
അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഭാരതത്തിന്റെ കാര്യം എടുക്കൂ. ഒരു ലിസ്റ്റ് നമ്മുടെ കുട്ടികൾ വേറെ പറഞ്ഞത് സമൂഹത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ചവര്, വലിയ തത്വചിന്ത പറഞ്ഞവര്, 2000 കൊല്ലം മുമ്പ് ജീവിച്ചിട്ടുള്ള ശങ്കരാചാര്യര് മൂകാംബിയിൽ അതിഥിയായിട്ട് ഒരു വേദിയിൽ സംസാരിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ ശങ്കരാചാര്യരുടെ ഫോട്ടോ അതിന്റെ മേശപ്പുറത്ത് തന്നെ ഇരിക്കണു. ഏതോ ഒരു അടുത്ത ബന്ധുവിന്റെ ഫോട്ടോ വെച്ച പോലെയാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുന്നു. എല്ലാവർക്കും ഇങ്ങനെ ആവാൻ കഴിയുമോ? കഴിയില്ല. ഉത്തരം ഈ ഒരു ചിന്ത കുട്ടികളായ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അന്നത്തെ പ്രഭാഷണം അവസാനിപ്പിച്ചു. എല്ലാവർക്കും നമസ്കാരം.